നമസ്കാരം. ചർച്ചകൾ മതി, യുദ്ധം വേണ്ട. ട്രംപിന് മനം മാറ്റം പറ്റിയിരിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ ട്രംപിനെ ലക്ഷ്യമിട്ട് പായാൻ തുടങ്ങി. ഇറാനുമായിട്ട് സമാധാന ചർച്ചകൾക്ക് സന്നദ്ധനാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെ ലോകം ആശ്വാസത്തിലാവുകയാണ്. കാരണം ലോകത്തിന് അതൊരു സമാധാന സന്ദേശമായി ചിലപ്പോൾ തോന്നിയേക്കാം. നടക്കുമോ എന്നറിയില്ലെങ്കിൽ കൂടി ഇറാനുമായിട്ടൊരു മഹാകരാറാണ് തന്റെ ലക്ഷ്യമെന്നും യുദ്ധം ഏതായാലും അവസാനിക്കാറായെന്നും ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയെ ശാന്തമാക്കുവാനുള്ള ചർച്ചകൾ അത് വീണ്ടും തുടങ്ങാൻ പോകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഉപരോധം അത് പൂർണ്ണമായതായിട്ട് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർണായകമായിട്ടുള്ള ഇപ്പോൾ നീക്കം നടക്കുന്നത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിനാണ് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള നാവിക ഉപരോധം വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. കൂടാതെ ഇതിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടവുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുവാൻ പുതിയൊരു ഉടമ്പടി അനിവാര്യമാണ് എന്ന് ഇപ്പോൾ അവർ വ്യക്തമാക്കി. അപ്പോൾ ഇവിടെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് വാഷിംഗ്ടന്റെ നിലപാട്. ഇറാന്റെ ആണവ പദ്ധതികൾ, മിസൈൽ പരീക്ഷണങ്ങൾ, മേഖലയിലെ ഇടപെടലുകൾ എന്നിവ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു കരാറാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. എല്ലാം അവസാനിക്കാറായിരിക്കുന്നു എന്നും നമുക്കൊരു വലിയ കരാറിലെത്താമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഈ ഹോർമൂസ് ഉപരോധം ഏകദേശം 2 ദിവസം പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണമാണ് എന്നാണ് അമേരിക്കൻ അവകാശവാദം. ഈ കഴിഞ്ഞ 48 മണിക്കൂറിൽ ഒറ്റ കപ്പലും ഹോർമൂസ് കടലിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ വാദം ശരിയാണോ തെറ്റാണോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഹോർമൂസ് ഉപരോധത്തിന് വേണ്ടി മാത്രം ഏകദേശം 10,000-ഓളം സൈനികരെ വിന്യസിച്ചു. 12 പടക്കപ്പലുകളും 100 വിമാനങ്ങളും ദൗത്യത്തിൽ പങ്കാളികളായി. ഇവിടെ എത്തിയ കപ്പലുകളെ മടക്കി അയച്ചു എന്ന് കൂടി വ്യക്തമാക്കുകയാണ്. മാത്രമല്ല 2 ദിവസത്തിനകം ഇറാനുമായിട്ട് സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അത് നിലനിൽക്കുമ്പോൾ ഹോർമൂസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നത് കല്ലുകടിയായിട്ട് മാറുകയാണ്. എന്നാൽ ഉപരോധം ഇതുവരെയും സംഘർഷത്തിലേക്ക് നീങ്ങാത്തത് ഒരു ശുഭ സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ ഇറാനുമേലുള്ള നാവിക ഉപരോധം അത് തുടരുന്നതിനിടെയാണ് ചർച്ചകൾ പുനരാരംഭിക്കുവാനുള്ള സാധ്യതകൾ സൂചിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ പ്രസ്താവനകൾ ചർച്ചയ്ക്കുള്ള സാധ്യതകളെ സജീവമാക്കുകയാണ്. ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയാൽ ഇറാന് മുന്നിൽ തുറക്കാൻ പോകുന്നത് വലിയ അവസരങ്ങളാണ് എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് വ്യക്തമാക്കുന്നത്. ചർച്ചകൾക്കുള്ള സാധ്യതകളിൽ ഇറാൻ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ വാരാന്ത്യത്തിനുള്ളിൽ ചർച്ചയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് രംഗത്തെത്തുകയും ചെയ്തു. ഇസ്ലാമാബാദിലായിരിക്കും ചർച്ച എന്നാണ് റിപ്പോർട്ട്. ജനീവയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും ഇസ്ലാമാബാദിൽ തന്നെയായിരിക്കും ചർച്ച നടക്കുന്നത്. അപ്പൊ അതിനിടെ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ വരുന്നുണ്ട്. അവിടെ ഈ UAE വൈസ് പ്രസിഡന്റുമായിട്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ സംസാരിക്കുന്നു. ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് MB ഗലീബാഫ് ചർച്ച സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. UAE നിരന്തരം നേരിട്ട ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ ഇരു രാജ്യങ്ങളും അവർ തമ്മിലുള്ള ഒരു ഉന്നതതല ചർച്ചയിലേക്ക് എത്തപ്പെടുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും ശുഭപ്രതീക്ഷയുണ്ട് എന്നൊക്കെ വൈറ്റ് ഹൗസ് സെക്രട്ടറിയുള്ള കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് ഒരു കരാറിൽ എത്തിയിട്ടില്ല എങ്കിലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാണ് എന്നാണ് അവർ പറയുന്നത്. അതേസമയം യുദ്ധത്തിൽ അമേരിക്ക ഔദ്യോഗികമായിട്ട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് തള്ളുകയും ചെയ്തു. വെടിനിർത്തൽ നീട്ടാൻ വാഷിംഗ്ടൺ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ്. അടുത്ത ഘട്ട ചർച്ചകൾക്ക് പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ട്രംപ് സമാധാനത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ട് എങ്കിലും മേഖലയിൽ ഇപ്പോഴും കനത്ത ജാഗ്രത തുടരുകയാണ്. അമേരിക്കയുടെ ഉപരോധം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ പലവട്ടം ആരോപിച്ചിരുന്നതാണ്. ചൈന ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ ഇടപെടൽ ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഉപരോധത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നും ചർച്ചാ മേശയിലേക്ക് അവർ എത്തുമോ എന്നും ഒക്കെയാണ് ഇപ്പോൾ ഈ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിന് മടുത്തിരിക്കുന്നു, മതിയായിരിക്കുന്നു. ചർച്ചകളൊക്കെ മതി, എനിക്ക് ഇനി യുദ്ധം വേണ്ട എന്നുള്ളത്, യുദ്ധം മതിയാക്കാം.
പകരം സമാധാന ചർച്ചകൾ തുടരാം. ട്രംപിന് വരുന്ന ആ ഒരു മനംമാറ്റം അതാണ്. പക്ഷെ അപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇറാൻ പിന്നാക്കം പോകുന്നില്ല. അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ചർച്ചകൾ മതി, യുദ്ധം വേണ്ട എന്നുള്ള തീരുമാനത്തോട് യോജിക്കുന്നില്ല. ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 പരിപാടികൾ അംഗീകരിച്ചാൽ മാത്രമായിരിക്കും യുദ്ധമല്ല സമാധാനപരമായി പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുക. അതുവരെയും ഇറാന്റെ മിസൈലുകൾ ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വാഷിംഗ്ടണിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.